ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുള്ളൂ. ഞങ്ങളിപ്പോ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, തിരിച്ചെടുത്തിട്ടില്ല. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. നിർജീവമാക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. കോൺഗ്രസിനെ പോലൊരു സംഘടനയ്ക്ക് ചേർന്നതാണ് ഒരാള് നിരന്തരമായിട്ട് സ്ത്രീപീഡന പരാതികൾ ഉൾപ്പെടുന്ന ഒരാളെ മാറ്റി നിർത്താനുള്ള ഒരു സാമാന്യ മര്യാദ കോൺഗ്രസിനെ പോലുള്ള ഒരു. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. അങ്ങനെ ഒരു കീഴ്വഴക്കം കേരളത്തിലില്ല. അദ്ദേഹത്തിന്റെ നിയമസഭാംഗത്വം റദ്ദ് ചെയ്യാൻ അദ്ദേഹത്തിനെതിരെ കൊടുത്തിരിക്കുന്ന കേസുകളുണ്ട്. ആ കേസുകളൊന്നും അന്വേഷിച്ച് മുന്നോട്ട് വന്നിട്ടില്ലല്ലോ. ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ പേരിൽ സുവമോട്ടോ സ്വന്തം കേസെടുത്തല്ലേ, പരാതിക്കാരില്ലാതെ. എന്റെ അന്വേഷണം കൂടി വരട്ടെ. ഇത്രയും കഴിഞ്ഞിട്ട് ഓടിയൊക്കെ വരുന്ന സമയത്ത് ഇത്തരത്തിൽ ആരോപണം ഇങ്ങനെയാണ് പാർട്ടി വേദികളിലേക്ക് ആനയിക്കപ്പെടുന്നത് ശരിയാണ്? ഇല്ല, പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു സസ്പെൻഡ് ചെയ്ത് അദ്ദേഹം തന്നെയാണ് അവിടുത്തെ യുവജനത്തിന്റെ സ്ഥാനാർത്ഥിയോടൊപ്പം പ്രചാരണത്തിന് മുന്നിട്ട് നിൽക്കുന്നത്. പാർട്ടി വേദിയിൽ അദ്ദേഹത്തെ ഔദ്യോഗികമായിട്ട് ഞങ്ങളാരും ക്ഷണിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ല. ഞാൻ അത് മനസ്സിലാക്കിയിട്ടില്ല. അവരെ വരാനാണ് സാധ്യത. UDF-ന്റെ ഒരു അസോസിയേറ്റ് പാർട്ണറാകാനാണ് ആ പാർട്ടി. അതൊക്കെ ഇപ്പൊ ആലോചിച്ചിട്ടില്ല. പഞ്ചായത്തിൽ അദ്ദേഹം നിൽക്കുന്നില്ല. മുൻ MLA-മാര് നിന്നത് ശബരിനാഥും അനിലക്കരെ മാത്രമാണ്. അൻവർ നിന്നിട്ടില്ല. ജോയിനെ കുറിച്ച് ഞാൻ പറഞ്ഞതിൽ തെറ്റില്ലല്ലോ. ജോയി വളരെ സമർത്ഥമായിട്ട് മിണ്ടാതിരിക്കും. നമ്മൾ തെളിയിച്ച കാര്യമാണ്. പഞ്ചസാരയ്ക്ക് അല്ല, പായസത്തിന് എത്ര മധുരം കൂടിയാലും കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ട്. താങ്ക് യു. നടിയെ ആക്രമിച്ച കേസില് 8 ഡിസംബർ 8 കോടതി വിധി പറയുന്നത് വിധിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8 വർഷമായിട്ട് നീണ്ടുപോകുന്ന കേസാണ്. വലിയ പ്രമാദമായ കേസാണ്. പ്രതീക്ഷിക്കുന്നത് ന്യായം, സത്യം, നീതി തെളിയുമെന്ന് പ്രതീക്ഷിക്കുന്നു.